ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് ഇവന്റ് ലിസണർ എന്ന് പറയും. അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബട്ടണെയോ അല്ലെങ്കിൽ നമുക്കൊരു ലിങ്കിലോ അല്ലെങ്കിൽ ഈ ബോഡി ടാഗിൽ ഇറ്റ്സെൽഫ് നമുക്കൊരു ഇവന്റ് ലിസണർ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ബോഡി ടാഗിൽ എങ്ങനെ ഒരു ഇവന്റ് ലിസണർ ആഡ് ചെയ്യുന്ന പറയും. ജാവാസ്ക്രിപ്റ്റ് നമുക്ക് എൻ്റയർ ബോഡി ടാഗ്, അതായത് നമ്മൾ കാണുന്ന ഈ കണ്ടന്റ് വരുന്ന ഏരിയയെ നമ്മൾ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡോക്യുമെന്റ് ഡോട്ട് ആഡ് ഇവന്റ് ലിസണർ എന്ന് പറയും. ആഡ് ഇവന്റ് ലിസണർ, ശ്രദ്ധിക്കേണ്ട കാര്യം സ്പെല്ലിംഗ് തെറ്റരുത്. ആഡ് ഇവന്റ് ലിസണർ. ഇനി നമുക്ക് എന്ത് ആക്ഷൻ ആണ് ലിസൺ ചെയ്യേണ്ടത് നോക്കാം. ഇപ്പൊ ഞാനിവിടെ ക്ലിക്ക് എന്ന് പറയുന്നത്, അപ്പം എല്ലാ ക്ലിക്കും ഇത് ലിസൺ ചെയ്യും. കോമ, ഇവിടെ ഒരു ഫംഗ്ഷൻ നമുക്ക് എഴുതണം. ഇപ്പം മുമ്പ് ഞാൻ പറഞ്ഞു നമ്മൾക്ക് ആരോ ഫംഗ്ഷനാണ് ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പാരാമീറ്റർ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ഇടുക. പാരാമീറ്റർ ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിനകത്ത് വരും. എന്നിട്ട് ആരോ ഇടുക. എന്നിട്ട് നമുക്ക് സിംഗിൾ ലൈൻ ആണെങ്കിൽ ഈ പറഞ്ഞ പാരന്തസിന്റെ ആവശ്യമില്ല, കർലി ബ്രേസിന്റെ ആവശ്യമില്ല. നേരെ നമുക്കിവിടെ ഞാനൊരു അലേർട്ടാണ് എഴുതാൻ പോകുന്നത്. അലേർട്ട് വെൽക്കം ടു JS എന്ന് എഴുതുന്നു. സെമിക്കോളൻ ഇട്ട് അത് ക്ലോസ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇനി നമുക്കിത് ഒന്ന് റൺ ചെയ്ത് നോക്കാം ബ്രൗസറിൽ. ഇനി നമുക്ക് ഈ ഏരിയയിൽ എവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് ആ ഇവന്റ് എക്സിക്യൂട്ട് ആയി. കണ്ടോ? ഇപ്പം നമുക്ക് അത് ക്ലിക്ക് എന്നുള്ളത് ഇത് അക്സെപ്റ്റ് ചെയ്തു. വെൽക്കം ടു JS എന്നുള്ളത് വന്നിട്ടുണ്ട്. സോ നമുക്ക് എവിടെ വേണേലും ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. അപ്പോഴൊക്കെ നമുക്ക് ഈ അലേർട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിനി ഒരു ബട്ടണിൽ കൂടെ ഒരു ആക്ഷൻ എഴുതാം. നമുക്ക് അതിനായിട്ട് ഒരു ബട്ടൺ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ബോഡി ടാഗിൽ ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ. ഇവിടെ നമുക്കൊരു ID കൊടുക്കാം. കാരണം ID വെച്ച് നമ്മൾ എടുക്കാൻ വന്ന ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ID. ഇവിടെ ഞാൻ BTN1 എന്ന് കൊടുക്കുന്നു. ഇവിടെ വാല്യൂ, അതായത് ബട്ടണിന്റെ പുറത്ത് വരേണ്ട പേര്, ക്ലിക്ക് മീ എന്ന് കൊടുക്കുന്നു. സോ നമ്മുടെ ബട്ടൺ സേവ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് ആക്ഷൻ എഴുതാം. ഇതിലോട്ട് ആക്ഷൻ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ബട്ടൺ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ആക്ഷൻ, മുകളിൽ ആക്ഷൻ എഴുതി കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റിനകത്ത് ബട്ടൺ ഡിറ്റക്റ്റ് ആകത്തില്ല. സോ ഇവിടെ ഒരു സ്ക്രിപ്റ്റ് വയ്ക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ബട്ടണെ നമുക്ക് ആദ്യം ഒരു ലെറ്റ് BTN ഈക്വൽസ്, നമ്മൾ ഈ ബട്ടൺ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനകത്ത് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലിമെന്റ് ബൈ ID, ബട്ടന്റെ ID അവിടെ പാസ് ചെയ്യുക. BTN1 എന്നാണ് നമ്മൾ ID കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഇപ്പൊ നമ്മുടെ ബട്ടൺ BTN എന്ന് പറഞ്ഞ ആ ഒരു വേരിയബിളിലോട്ട്, ആ ഒരു ഒബ്ജക്റ്റിലോട്ട് വന്നിട്ടുണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബട്ടൺ. ഇനി നമുക്ക് ലിസണറിനെ ആഡ് ചെയ്യാനകത്തോട്ട് BTN ഡോട്ട് ആഡ് ഇവന്റ് ലിസണർ. ഇതുപോലെ തന്നെ ക്ലിക്ക് എന്നുള്ളതിന് വരെ നമുക്ക് തൽക്കാലം ഇപ്പൊ ക്ലിക്ക് തന്നെ വയ്ക്കാം. നമുക്ക് സാധാരണ ബട്ടണിൽ ക്ലിക്ക് ആണല്ലോ, ഓൺ മൗസ് ഓവറോ എന്തെങ്കിലുമൊക്കെ നമുക്ക് മൗസ് ഓവർ ഒക്കെ വയ്ക്കാം. ഇവിടെ ഇതേപോലെ തന്നെ ഒരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അലേർട്ട് ബട്ടൺ ക്ലിക്ക് എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ രണ്ടുകൂടെ ക്ലാഷ് ആയി പോകും, ഏതാണ് വരുന്നതെന്ന് അറിയാം. സേവ് ചെയ്യുക. നമുക്ക് എന്നിട്ട് ബ്രൗസറിലോട്ടൊന്ന് റിഫ്രഷ് ചെയ്യാൻ ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെൽക്കം ടു JS എന്ന് ബോഡി ടാഗിൽ ക്ലിക്ക് ചെയ്ത് വരും. ബട്ടണെ ക്ലിക്ക് ചെയ്ത് എന്ത് വരും നോക്കാം. ബട്ടണെ ക്ലിക്ക് ചെയ്താൽ ബട്ടൺ ക്ലിക്ക് എന്ന് പറഞ്ഞ ഉള്ള അലേർട്ട് വന്നിട്ടുണ്ട്. സോ ഇപ്പം ഈ രണ്ട് ആഡ് ഇവന്റ് ലെസണിന്റെ രണ്ട് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.